എല്ലാവർക്കും അറിയണ കളിയാണ്. ചെറുപ്പം മുതലേ നമ്മൾ കളിച്ചിട്ടുള്ളതാണ്. പിടിച്ചില്ലേ? ഓക്കെ, ഇത് കുളങ്കര എന്നുള്ള മാറ്റിയിട്ട് ഇന്ന് ഔട്ട് എന്ന് പറയാൻ പോകണം കേട്ടോ. നിയമം ഒന്ന് മാറി ഇന്ന് ഔട്ട്. ഓക്കെ, ഓൺ ദ ബാങ്ക്, ഇൻ ദ പോണ്ട്, ഓൺ ദ ബാങ്ക്, ഇൻ ദ പോണ്ട്, ഓൺ ദ ബാങ്ക്, ഇന്ന് വേറെ ഒന്നിനും പാടില്ലല്ലോ. ഓക്കെ, ഇൻ ഔട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് പറഞ്ഞ ഉള്ളിൽ, ഔട്ട് പറഞ്ഞാൽ പുറത്ത്. ഓക്കെ, സ്പീഡിൽ പോകണം. ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഔട്ട്. അപ്പോൾ ഒരാൾ ജയിച്ചു. ഈ വേദിയിലെ ഈ മുഹൂർത്തത്തിലെ എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം, മിസ്കിന്റെ ഈ ജൈത്രയാത്ര 2010 തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ 4ാമത്തെ കുടുംബ സദസ്സാണ് നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അവസാനമായിട്ട് നാം ഇങ്ങനെ ചേർന്നത് തിരൂർ നൂർ ലേക്കിൽ വെച്ചായിരുന്നു. വളരെ
ഓർമ്മകൾ തുടിക്കുന്ന, എന്നും അവിസ്മരണീയമായ മുഹൂർത്തങ്ങളെ ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു സംഭവമാക്കി നമുക്ക് ഓരോരുത്തർക്കും മാറ്റാൻ അതിനെ സാധിച്ചിട്ടുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സംഗമങ്ങളും ഒക്കെ തന്നെ അത് ആ ചുമരിൽ വരച്ചിട്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അടുത്ത കുട്ടികൾക്കുള്ള ഫുട്ബോളിൻ്റെയും തുടിക്കുന്ന ഫോട്ടോസാണ്. ആ ജീവൻ തുടിക്കുന്ന ഫോട്ടോസുകൾ ഇതാ മുന്നിൽ നിന്നുകൊണ്ട് നൽകിയിരിക്കുന്ന സെയ്ദ് രണ്ടാലും ശിഹാബ് പാലാറയും അതുപോലെ തന്നെ വിവിധ ന്യൂസ് മാധ്യമങ്ങൾക്ക് മിസ്കിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സലീം തണ്ണീർച്ചാലൊക്കെ നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഇങ്ങനെ വിവിധ തലങ്ങളിൽ അവരവരുടേതായ സംഭാവനകളെ അർപ്പിച്ചുകൊണ്ട് ഇതിനെ ജീവസുറ്റതാക്കി മാറ്റുന്ന നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ എന്നും ജീവൻ തുടിക്കുന്ന കണ്ണികളാണെന്നും അവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി മിസ്കിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് സലീം മയ്യരി അവർകളോട് ഈ വേദിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുസ്തഫ സാർ, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എപ്പോഴും പറഞ്ഞതുപോലെ ആരോഗ്യമുള്ള, സമാധാനമുള്ള, സന്തോഷമുള്ള ദിനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഏതായാലും മിസ്കിലിൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ എൻ്റെ അഭിനന്ദനം ആദ്യമായിട്ട് അറിയിക്കുകയാണ്. പുതിയതായിട്ട് ഈ ഷട്ടിൽ ക്ലബ്ബുകൾ തുടങ്ങിയപ്പോൾ ഈ സ്പോർട്സ് ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായപ്പോൾ കുറേ ആളുകൾ കൂടെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈ മിസ്കിലേക്ക് എഴുതിച്ചേരാനും ഇതുപോലെ കൂട്ടായ്മകൾ പറയുമ്പോൾ വേഗം അതിലേക്ക് വരാനൊക്കെ കാരണം ഈ കൂട്ടായ്മയുടെ വിജയം തന്നെയാണ്. വിശദമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ കൂടിയുള്ളത് യാത്രകളിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കി തന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില വീഡിയോസും അദ്ദേഹം നൽകുന്ന ഉത്ബോധനങ്ങളും ഒക്കെ നിർദ്ദേശങ്ങളൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോഴാണ് ഇത്രത്തോളം ഒരുപാട് കഴിവുകളുള്ള ആളുകൾ കൂടിച്ചേർന്നാണ് ഈ മിസ്ക് എന്നുള്ള വലിയൊരു അഭിമാനം. ഏതായാലും അദ്ദേഹത്തെ ഞാൻ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബഹുമാനത്തോട് ക്ഷണിക്കുന്നു. ഇന്ന് നേതൃത്വം കൊടുക്കുന്ന സലീം ക, അനീഫ് ക, മറ്റ് നജീബ് ബാബു, ഷംസു, ജലീൽ ക അടക്കമുള്ള വേദിയിലും സദസ്സിലൊക്കെ ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, നല്ലവരായ സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഭാഗത്തുനിന്നൊന്നും അടിക്കണില്ല കേട്ടോ. ഓക്കെ, സിഡൗൺ. ഈ സ്ട്രോക്ക് എന്ന് പറയും, നമ്മൾ ഇവിടുന്നൊക്കെ മുമ്പ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ചിലർ കേട്ടിട്ടുണ്ടാവും നമ്മളെ യാത്രകളിലൊക്കെ. സ്ട്രോക്ക് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ 2-3 തരത്തിലുണ്ട്. പോസിറ്റീവ് സ്ട്രോക്ക് ഉണ്ട്, നെഗറ്റീവ് സ്ട്രോക്ക് ഉണ്ട്, സീറോ സ്ട്രോക്ക് ഉണ്ട്. അത് പോസിറ്റീവ് സ്ട്രോക്കാണ്. ഇനി മറ്റൊരു വിഭാഗത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും എനിക്ക് പഠിച്ചിട്ട് അവരുടെ കൂടെ, ഫാത്തിമാൻ്റെ കൂടെ അല്ലെങ്കിൽ ജയൻ്റെ കൂടെ നിർത്താൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യട്ടെ, ഞാൻ നന്നായി രോഗാവസ്ഥയിലേക്കൊക്കെ വരും. രക്ഷപ്പെടുമ്പോൾ അതാണ് പിന്നീട് രോഗത്തിന്റെ 75% യഥാർത്ഥത്തിലുള്ള രോഗമല്ല എന്ന് പറയുന്നത്. ജീവിതശൈലികളോടും അതോടൊപ്പം തന്നെ നമ്മുടെ ചിന്താഗതിയും നമ്മുടെ ആറ്റിറ്റ്യൂഡിനും നമ്മുടെ സ്മൈല് ഏറ്റവും നല്ലതാണ്. മറ്റൊന്നാണ് അക്സെപ്റ്റൻസ്. വലിയ ഘടകം. അത് ഇപ്പോൾ അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും ലീഡേഴ്സ് ആയാലും ക്ലബ്ബുകളിലെ നമ്മൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, അതുപോലെ ക്ലബ്ബുകളിലെ ഏതെങ്കിലും തരത്തിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന മേഖലകളിൽ നമ്മുടെ തങ്ങളാണ് വളരെ മനോഹരമായ ആൻസർ പറഞ്ഞു എന്നുള്ളത് ഒരു യാദൃശ്ചികതയായിരിക്കാം. ഓക്കെ, ലോകത്ത് പല ദ്വീപുകളുണ്ട് അല്ലേ? പല ദ്വീപുകൾ തന്നെ എന്താ മക്കളെന്ന് പറയും, ആരെ പറയും, മോളെന്ന് പറയാം. ദ്വീപുകൾ തന്നെ പറഞ്ഞ് നമ്മളെ റഫീഖ് മാഷ് മോളാട്ട മാഷൊന്നും ഇങ്ങനെ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടെ അറിയിക്കാണ്. നമ്മുടെ പ്രിയങ്കരനായ മിസ്കിന്റെ സെക്രട്ടറി റഫീഖ് മാഷ് മോളാണ്. ആൻഡമാനല്ല, ഉത്തരം പറഞ്ഞതിന് സന്തോഷമുണ്ട്. ലക്ഷദ്വീപ് അല്ല, ഉത്തരം മോള് പറഞ്ഞു. നിറയെ ദ്വാരമുണ്ടെങ്കിലും വെള്ളം പിടിച്ചു വെക്കാൻ കഴിയുന്നത്, നിറയെ ദ്വാരമുണ്ട്. കുസൃതി ചോദ്യമാണ്. വെരി ഗുഡ്.
ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ മുഹമ്മദ് ഹസീൻ. മിസ്കിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിസ്കിന്റെ ഈ ഒരു കുടുംബമാണ്. മിസ്ക് മോജോ നാളെയിലൂടെ എന്ന ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ മനാഫ് മാഷ് ഈ സദസ്സിനെ അഭിമുഖീകരിക്കുന്നതാണ്. മാഷെ പ്ലീസ് കം. മിസ്ക് കുടുംബത്തിന് അറിവിന്റെ പുതിയ അധ്യായങ്ങൾ സമ്മാനിക്കുന്നതിനായി മിസ്റ്റർ മനാഫ് മാഷ് കയ്യിൽ 4 മൊബൈലുകൾ ഉണ്ടാവും. അതുകൊണ്ട് ക്വാളിറ്റി ടൈം പരസ്പരം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അപ്പോൾ ബോധപൂർവമായ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഫാമിലിക്കകത്ത് വരുത്തിയാൽ നമുക്ക് വളരെ മനോഹരമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സാധനവും വാങ്ങുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിൽ. ബട്ട് വി കനോട്ട് പർച്ചേസ് ഹാപ്പിനെസ്. എടുക്കേണ്ടതാണ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാൻ സത്യസന്ധമായി മറുപടി പറയണം. ഒരിക്കലും പിണങ്ങാത്ത ഭാര്യാഭർത്താക്കന്മാർ ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് എഴുന്നേറ്റില്ല. ഇങ്ങനെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു പിണക്കെന്ന് പറഞ്ഞാൽ അത് അകൽച്ച വർദ്ധിപ്പിക്കുകയാണോ ചെയ്യുക, അടുപ്പം കൂട്ടുകയാണോ ചെയ്യുക? അടുപ്പം കൂട്ടുകയാണ് ചെയ്യുക. അത് പോസിറ്റീവാണ്. എന്തുകൊണ്ട് അങ്ങനെ അഭിപ്രായ വ്യത്യാസം? 2 ആളുകളാണ്, 2 ആളത്വങ്ങളാണ്. 2 ആളുകൾ. ബഷീറിന്റെ കഥാപാത്രത്തിലെ ഒരു കഥാപാത്രം പറയുന്നുണ്ടല്ലോ, ഒന്നും കൂടുമ്പോൾ ഉമ്മണി വലിയ ഒന്നും കൂടുമ്പോൾ 2 അല്ല, ഒന്നും കൂടുമ്പോൾ ഉമ്മണി വലിയ 1 എന്ന് പറയുന്ന ബന്ധമാണ് കുടുംബബന്ധം എന്ന് പറയുന്നത്. അപ്പൊ അതില് പിണക്കെന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കുന്ന സൗന്ദര്യ പിണക്കെന്നാ പറയാം. നല്ല ക്ലാപ്പ് കൊടുക്കും. കഴിഞ്ഞ നമ്മുടെ ഇഫ്താർ പ്രോഗ്രാമിന് വളരെ മനോഹരമായി ഷംസു ആണ് അത് കൂടുതലുണ്ടായി. വൈഫ് പ്ലീസ് കം. അല്ല, ഞാൻ പെട്ടെന്ന് വിളിച്ചാല് രണ്ടാമത് ആലോചിക്കാതെ വരുന്നുള്ളതുകൊണ്ടാണ് ഷംസിനെ വിളിച്ചത്. വൈഫിനെ കുറിച്ച്, നിങ്ങളുടെ വൈഫിനെ കുറിച്ചുള്ള ഒരു 5 പോസിറ്റീവുകൾ നിങ്ങൾ ഇതിൽ എഴുതാം. ഷംസുവിനെ കുറിച്ചുള്ള 5 പോസിറ്റീവുകൾ നിങ്ങൾ എഴുതാം. സൗജ് എന്നാണ്, ഇണ എന്നാണ്. ഇണ സൗജത്ത്, സൗജത്തും അറബിയിൽ ഭാര്യ ഭർത്താവല്ല. ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭരിക്കുന്നവളും ഭരിക്കപ്പെടുന്നവളും ഒക്കെയാണ്. ഇണ എന്ന് പറയുന്നത് സിവാജ് എന്ന് അറബിയിൽ പറയുന്ന വാക്കിന്റെ അർത്ഥം ഒന്നായി തീരുക. ഈ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞെടുത്ത് അത് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞില്ലേ. ദൃഷ്ടാന്തം എന്ന് പറയാൻ കാരണം എന്താ? ദൃഷ്ടാന്തം എന്ന് പറയാൻ കാരണം ഒരു പരിചയവുമില്ലാത്ത ആളുകൾ ഒന്നായി മാറുന്നതോടുകൂടി അവരുടെ ജീവിതത്തിലെ ഏറ്റവും ആത്മബന്ധമുള്ളവരായി അവർ മാറുകയാണ്. അത് കുടുംബബന്ധമാണോ, രക്തബന്ധമാണോ? അല്ല. വ്യക്തിബന്ധമാണോ? അതുമല്ല. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് ചർച്ച ചെയ്യാത്ത കാര്യങ്ങളും ആര് ചർച്ച ചെയ്യും? ഭാര്യ ഭർത്താക്കന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഓപ്പണായി പറയാണ്. നന്മകൾ പരിപോഷിച്ചവൾ, അതായത് ശംസുയിൽ ഇങ്ങനെ പരിപോഷിക്കാത്ത കുറെ നന്മകൾ ഉണ്ടായിരുന്നു. അതൊക്കെ പരിപോഷിപ്പിച്ചു അവളാണ്. പിന്നെ സ്നേഹസമ്പന്നനാണ്. കൈയടിച്ചോളി, ചെലവില്ല അനുഭവാശ. അതേപോലെ പോസിറ്റീവ് എനർജി പാസ് ചെയ്യുന്ന ആളാണ്. നല്ല പാട്ടുകാരനാണ്, അത് നമ്മൾ സമ്മതിക്കുന്നത്. നല്ല പാട്ടുകാരൻ. പിന്നെ പൊതുപ്രവർത്തകനാണ്. എത്രത്തോളാണ് അറിയില്ല, അത് എന്ത് മാനദണ്ഡം വെച്ചാണ് ഫാത്തിമ അളന്നത് അറിയാനുള്ള പോസിറ്റീവായ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവുകൾ മാത്രം കാണുകയും ആ പോസിറ്റീവുകളെ പരിപോഷിപ്പിക്കുകയും ചെയ്യുക. നെഗറ്റീവ്സ് എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. ഇപ്പോൾ 100 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ 90 എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഫാമിലി ലൈഫ് മനോഹരമായി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി, നമ്മളെപ്പോഴും പോസിറ്റീവുകളെ കുറിച്ച് പരസ്പരം സംസാരിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനെ വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് കണ്ട് വളരുന്ന നമ്മുടെ മക്കളും സ്വാഭാവികമായും ആ റൂട്ടിലേക്ക് വരുമെന്ന് ഉറപ്പാണ്. ഇങ്ങനെ എഴുതാൻ തുടങ്ങിയാൽ എല്ലാവർക്കും ഒരുപാട് പോയിന്റ്സ് എഴുതാണ്ടാകും. ഈ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ
ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് മാത്രമാണ്, ഒറ്റ പോയിന്റ് മാത്രമാണ് നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. വംശഹത്യക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ പാവങ്ങളായ കുടുംബങ്ങൾ നമ്മളുടെ ഫാമിലീസ് ആണ്. നമുക്കിവിടെ നോക്കുക, നമ്മളിവിടെ നിർഭയരാണ്. ആരെങ്കിലും വന്നുകൊണ്ട് നമ്മൾ ആക്രമിക്കും, ഇവിടെ ബോംബ് വർഷം ഉണ്ടാകും. നമ്മുടെ ലൈഫിൽ ഒരിക്കലും തന്നെ ഒരു ബോംബ് പൊട്ടുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടാവില്ല, ടി.വിയിൽ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അപ്പോൾ നമ്മൾ വളരെ നിർഭയരാണ്. എന്നാൽ ലോകത്ത് ജനിച്ചു വീഴുമ്പോൾ തന്നെ ഈ പോർവിമാനങ്ങളുടെയും ബോംബിങ്ങിനെയും ഒക്കെ ശബ്ദം കേട്ട് ജീവിതം വളരെ ദുസ്സഹമായി മുന്നോട്ട് പോകുന്ന വിദ്യാലയങ്ങൾ തകർക്കപ്പെടുന്ന, ഭവനങ്ങൾ തകർക്കപ്പെടുന്ന, അതേപോലെ തന്നെ കടകമ്പോളങ്ങൾ തകർക്കപ്പെടുന്ന, കുടിവെള്ളമില്ലാത്ത, മരുന്നില്ലാത്ത, ഭക്ഷണമില്ലാത്ത, ചികിത്സാ കേന്ദ്രങ്ങൾ പോലും തകർക്കപ്പെടുന്ന, കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെടുക്കപ്പെടുന്ന കാലഘട്ടം. അപ്പോൾ നമ്മളൊരു ഫാമിലി മീറ്റിംഗ് ഇവിടെ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ അവിടെ നല്ല സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് ചായ കുടിച്ച് ഇവിടെ പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു അല്പസമയം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഫലസ്തീനിലെ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാവരും മൗനമായി ഒരു മിനിറ്റ് എഴുന്നേക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണം. ണെങ്കിൽ ഓടാൻ പോകും, കളിക്കാൻ പോകും, അല്ലെങ്കിൽ ജിമ്മിൽ പോകും. സ്ത്രീകൾ നമ്മൾ ആരോഗ്യം നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏറി കൂടിയാൽ നമ്മൾ തടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് നടക്കാൻ വേണ്ടി പോകും, അല്ലെങ്കിൽ വീട്ടിൽ കുറച്ചാൾ പട്ടിണി കിടന്ന് നോക്കും. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ റീസെന്റ് സ്റ്റഡികൾ അനുസരിച്ച് തടി കുറയ്ക്കണമെങ്കിൽ, ഫാറ്റ് ലോസ് ഉണ്ടാവണമെങ്കിൽ, വെയിറ്റ് ലോസ് ഉണ്ടാവണമെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എല്ലാവരും ഒരു സംശയമായിരിക്കും, വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ സ്ത്രീകൾക്ക് മസിൽസ് വരുമോ? ഒരിക്കലും മസിൽസ് വരില്ല. കാരണം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശരീരം വ്യത്യാസമാണ്, അവരുടെ ശരീരത്തിലുള്ള ഹോർമോൺസ് വ്യത്യാസമാണ്. പുരുഷന്മാരിലുള്ള ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോൺ അതേ അളവിലല്ല സ്ത്രീകളിലുള്ളത്. അതുകൊണ്ട് സ്ത്രീകൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ ഒരിക്കലും നമുക്ക് മസിൽസ് വരില്ല. പിന്നെ എല്ലാവരും ചോദിക്കുന്നു, ഓടും നടക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് തടി കുറയില്ല. ഓടവും നടക്കുകയൊക്കെ ചെയ്താൽ മാത്രം നമുക്ക് തടി കുറയില്ല. എല്ലാവർക്കും അങ്ങനെ കുറയണമെന്നില്ല. ഇനി അങ്ങനെ കുറഞ്ഞാൽ തന്നെയും അതിനൊരു പരിധിയുണ്ട്. പിന്നെ കുറയുമ്പോൾ തന്നെ നമുക്ക് ഷേപ്പിങ്ങും ടോണിങ്ങും ഒരു ബലവും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് പ്രായം കൂടുന്നതോറും ആഴ്ചയിൽ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുക. ആഴ്ചയിൽ 6 ദിവസമെങ്കിലും ചെയ്യുക. മിനിമം ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യുക. എന്നാലേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വരെ വന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് നമുക്ക് ഓൺലൈൻ സെഷൻസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇവിടെ വന്ന് ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് 2 ദിവസം ചെയ്ത് നോക്കി അങ്ങനെ ട്രയലും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്നും കൂടെ എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ മിസ്കിന്റെ വിവിധ സെക്ഷനിലുള്ള മിസ്ക് ബാഡ്മിൻ്റൺ ക്ലബ്ബ്, അതുപോലെ തന്നെ മിസ്ക് അഡ്വഞ്ചേഴ്സ് യാത്രാ സംഘം, മിസ്ക് ചാരിറ്റി സെക്ഷന്, അതോടൊപ്പം തന്നെ മിസ്ക് എക്കണോമിക് സൊല്യൂഷൻ, ഫിറ്റ്കോർ ജിം, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഫാമിലീസാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഇങ്ങനെ ഒരു ഫാമിലീസിനൊക്കെ നമ്മൾ കൂടുമ്പോഴാണ് നമ്മുടെ സന്തോഷവും സൗഹൃദങ്ങളൊക്കെ പങ്കിടുന്നത്. നമ്മളിങ്ങനെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇമ്പം ഉണ്ടാക്കുക എന്നതിനെ കുറിച്ച് നമുക്ക് നമ്മുടെ സുറാബി ടീച്ചർ എടുത്തിട്ടുണ്ട്. ടീച്ചർ നമ്മോട് സംസാരിക്കുന്നതാണ്. ഞാൻ സുഹറാബി. വളരെയധികം സന്തോഷമുണ്ട് മിസ്കിൻ്റെ ഈ കുടുംബ സംഗമത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ. നല്ല ഒരു കുടുംബജീവിതം കൊണ്ടുപോകാൻ വേണ്ടത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മനാഫ് മാഷ ക്ലാസ് കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇനിയൊരു വലിയൊരു ക്ലാസ് കേൾക്കാനുള്ളൊരു മനസ്സുകൊണ്ടല്ല നിങ്ങളോട് ഇരിക്കണമെന്ന് അറിയാം. ഞാൻ അവിടെ ആ കല്യാണം കഴിച്ചു പോയ മക്കളുടെ ജീവിതം വരെ താറുമാറാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇത്തരം കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ട ഇപ്പം എല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, സെൽഫി ഫോട്ടോ എടുക്കുന്ന പോലെ തന്നെ എൻ്റെ സന്തോഷം, എൻ്റെ ജീവിതം, അല്ലെങ്കിൽ എനിക്ക് നേട്ടങ്ങൾ, എനിക്ക് വേണ്ടത് എന്നൊന്നും എല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാട്സപ്പിൽ റീസെൻ്റ്ലി വിട്ട ഇമോജികൾ മേലെങ്ങനെ കിടക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒരു ഹൃദയത്തിൻ്റെ ചിഹ്നം മേലെ കിടക്കുന്നുണ്ട്, ലവ്. പക്ഷെ എനിക്ക് അയാൾ വിട്ടിട്ടില്ല. പിന്നെ ആർക്കാണ് ഇത് വിട്ടത്? ഞാനിത് കുറേ നോക്കി, എല്ലാ വാട്സപ്പ് മൂപ്പരയച്ച എല്ലായിടത്തും നോക്കി, അതിലൊന്നും കാണുന്നില്ല. അപ്പോൾ അയാൾ ഡിലീറ്റ് ചെയ്തതായിരിക്കാം. പക്ഷെ എനിക്ക് വിട്ടിട്ടില്ല. ഇത് ആർക്കാ വിട്ടത് എന്നുള്ളത് ഒന്ന് അന്വേഷിക്കാനുള്ള ഒരു പരിശ്രമം അവിടെ നടത്തി. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ പിന്നെ നമ്മളെടുത്ത് വരുന്നത് ഇതൊന്ന് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് അന്വേഷിക്കാനുള്ളത് ത്വര സ്ത്രീകളിൽ പൊതുവെ കൂടുതലാണ്. ആണുങ്ങൾക്ക് ചിലപ്പോൾ അവർ പെണ്ണുങ്ങൾ പറയും, എൻ്റെ ഫോണുകൾ നോക്കിക്കോളൂ, എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്തായാലും നോക്കൂല. ഇത് നോക്കാനുള്ളത് ത്വര കുറച്ച് കൂടുതലാണ്. അപ്പോൾ
ചിലപ്പോൾ ഈ ആണുങ്ങളൊരു കണ്ടെടുത്തോളം ഇപ്പൊ ഈ അടുത്ത മിഞ്ഞാന്നൊരു പെൺകുട്ടി പറഞ്ഞത് എന്നോട് പിന്നെ എന്തെങ്കിലും ഒരു നല്ല വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ പൈങ്കിളിയാണ്, അതൊക്കെ ഇങ്ങനെ കാണുന്നത്. പക്ഷെ വേറെ ഗേൾ ഫ്രണ്ട്സിനൊക്കെ അത് വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്നോട് മാത്രം ഇങ്ങനെ വേറെ ആൾക്കാർക്ക് അത് വിട്ടുകൊടുത്ത്, അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ മൂപ്പർക്ക് ഓർമ്മയില്ല, ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് പെണ്ണുങ്ങൾ സാധുക്കൾ ആഗ്രഹിക്കുന്നത് കെയറാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവര് അവിടെ നിന്നോളൂ. അത് കൊടുക്കാറ് എന്താണെങ്കിലും ആരും കേടുന്നൊക്കെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഗെയിം തുടങ്ങുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഗെയിമാണ്. യേസുവാ ഇവരുടെ കയ്യിൽ കുറച്ച് പേപ്പർ കപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും അടിയിലെ കപ്പ് നമ്മളൊരു പ്രത്യേക മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗെയിം തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കയ്യിൽ കപ്പ് പിടിച്ചിട്ട് ഓരോ കപ്പായിട്ട് എടുത്ത് മാറ്റി മാറ്റി ഇപ്പോഴുള്ള അതേ പൊസിഷൻ തന്നെ എത്തണം. ഏറ്റവും അടിയിലാണ് നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ടുള്ള കപ്പുള്ളത് അല്ലേ? ഒന്ന് നോക്കിയൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് അല്ലേ? ഓക്കെ. ഏറ്റവും ഫസ്റ്റ് ഇതേ പൊസിഷനിൽ ആരാണോ എത്തുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള അതേ പൊസിഷനിൽ കപ്പ് ആരാണോ ഏറ്റവും ഫസ്റ്റ് എത്തിക്കുന്നത് അവരാണ് വിന്നർ. ഇല്ല, അത് നോക്കണം. അതിനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു സമയത്ത് ഒരു കപ്പ് എടുക്കാനേ പാടുള്ളൂ. ഒരു കപ്പ് എടുത്തിട്ട് അതിൽ താഴെ വെക്കുക, അടുത്ത കപ്പ് എടുത്ത് താഴെ വെക്കുക, അങ്ങനെ വെച്ച് വെച്ച് ഏറ്റവും ആദ്യം നിങ്ങളുടെ ഈ മാർക്ക് ചെയ്തിട്ടുള്ള കപ്പ് ആരാണോ അടിയിൽ വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള അതേപോലെ ആ കപ്പ് ക്രമീകരിക്കുന്നത് അവരായിരിക്കും ജയിക്കുക. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ഒരെണ്ണം മാത്രം, ഓരോ കപ്പുകൾ മാത്രം. ആരാണ് ഓക്കെ, ഫസ്റ്റ് ആരാണ്? ഫസ്റ്റ് ഇവിടെ, സെക്കൻഡ് ഇവിടെ. ആ സമ്മാനം വാങ്ങിയ മുസ്ലിം മാഷ് ആ സമ്മാനത്തിന് കൊടുക്കും. ഞാൻ ചില കമാൻഡ്സുകൾ പറയും. ഹെഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹെഡ് ടച്ച് ചെയ്യുക, ഷോൾഡർ എന്ന് പറയുമ്പോൾ ഷോൾഡർ ടച്ച് ചെയ്യുക, നീ എന്ന് പറയുമ്പോൾ മുട്ടില്, ഫുട്ട് എന്ന് പറയുമ്പോൾ പാദം. ഓക്കെ, ഇത് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ പറയുന്ന സമയത്ത് നിങ്ങൾ ആ കമാൻഡ്സിന് പ്രതികരിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു കപ്പ് ഉണ്ടാവും, നിങ്ങളുടെ ഓപ്പോസിറ്റ് ഒരാളുണ്ടാവും. 2 പേര് പെയറായിട്ടാണ് മത്സരം വരിക. ഓപ്പോസിറ്റ് ഒരാളുണ്ടാവും. ഞാൻ എപ്പോഴാണോ കപ്പ് എന്ന് പറയുന്നത് ആ സമയത്ത് ആരാണോ ഫസ്റ്റ് ആ കപ്പ് പിക്ക് ചെയ്യണത് അയാളാണ് അതിലെ വിന്നർ. ആ വിന്നർ വെച്ചിട്ട് നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കളി തുടരും. അപ്പൊ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഉദ്ഘാടന വേളയിലാണ് നമ്മളുള്ളത്. മിസ്കിനെ കുറിച്ച് ഞാൻ പറയാതെ മിസ്കിനെ കുറിച്ച് ഏറെ അറിയുന്നവരാണ് എൻ്റെ മുമ്പിലുള്ളത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. മിസ്ക് മലബാർ ഇൻഡോർ ഷട്ടിൽ ക്ലബ്ബ് എന്ന നാമധേയത്തിൽ കടങ്ങാത്തുകൊണ്ട് മാമ്പ്രയിൽ വെറും മൺകോട്ടിൽ തുടങ്ങി, അത് പിന്നീട് വുഡൻ കോട്ടിലേക്ക് മാറി. അതൊക്കെ നിർമ്മാണത്തിനൊക്കെ മുഖ്യ പങ്കുവഹിച്ച ആളുകളൊക്കെ ഇവിടെ മുമ്പിൽ ഇരുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഈ മഹത്തായ ഒരു പ്രസ്ഥാനത്തിലെത്തി നിൽക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ ഈ പരിപാടി ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്ക് ഏറെ സുപരിചിതയായ നമ്മുടെ നാട്ടുകാരായ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി നസീബ മയ്യേരി അവറുകളാണ്. നിങ്ങൾ ആർക്കും തന്നെ അവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവരെ ആദരപൂർവ്വം നമ്മുടെ ഉദ്ഘാടന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് ശ്രീ കുന്നത്ത് അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ മകളാണ്. പിന്നെ മുഹമ്മദ് ഷിഹാം, അത് എൻ്റെ മകനാണ്. നേഹ നസ്ലിൻ നമ്മുടെ അഡ്വഞ്ചറിലെ മൊയ്തീൻ കുട്ടികളുടെ മകളാണ്. അതോടൊപ്പം ഡാനിഷ് ബാബു നമ്മുടെ മിസ്കിൻ്റെ ജോയിന്റ് സെക്രട്ടറി നജീബ് ബാബുവിൻ്റെ മകനാണ്. അതുപോലെ അഡ്വഞ്ചർ ഗ്രൂപ്പിലെ കുട്ടൻ്റെ മകനായിട്ടുള്ള അഭിനവ്, ആ മകൻ ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ അഡ്വഞ്ചർ ഗ്രൂപ്പിൽ തന്നെ അലി അക്ബർ, അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ആദിൻ അക്ബർ. ഇത്രയും പേരാണ് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നമ്മുടെ മക്കള്.
മനാഫ് മാസ്റ്ററുടെ മകളായിട്ടുള്ള ജസ MT, അവിടെ എൻ്റെ സ്റ്റുഡൻ്റ് കൂടെയാണ്. അതോടൊപ്പം ഷംസ M, ഗഫൂർ മാഷിൻ്റെ മകളായിട്ടുള്ള ഷംസ M, ശ്രീ അഡ്വഞ്ചർ ഗ്രൂപ്പിൽ തന്നെ ഗഫൂർ EKയുടെ മകളായിട്ടുള്ള ജൗഹറ EK, ഇവരൊക്കെ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരാണ്. അവരെ കൂടി ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടി ഇവിടെ നമ്മുടെ തൊട്ടടുത്ത സ്ഥാപനമായ ഷമാസ് ഇലക്ട്രിക്കൽസിൻ്റെ MD ശ്രീ അൻവർ സാഹിബോട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഞാൻ നേരത്തെ വിട്ടുപോയതാണ് ഈ ഒരു മഹാപ്രസ്ഥാനം, ഈ മിസ് സ്പോർട്സ് ഡിസ്ട്രിക്ട് ബഹുമാന്യനായ സെക്രട്ടറി റഫീഖ് മാഷ്, അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റിരുന്നത് നമ്മൾ CA ആയിരുന്നു. അപ്പോൾ CA ഇലക്ഷൻ്റെ പെട്ടികൾ കാവൽ എന്നാ നമുക്കൊരു പേര് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിലാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ നസീബ ആസീസിനെ സമീപിക്കാനുണ്ടായത്. ഏതായാലും വന്നതിൽ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വൈകിയ വേളയിൽ പറയുമ്പോൾ അത് വരിക എന്നുമ്പോൾ ചിലർ കൂട്ടായ്മയുടെ പ്രോത്സാഹനമായിട്ട് കാണാം. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തും പുത്തനത്താണിയുടെ ജീവനാടിയുമായ സക്കറിയ, പിന്നെ അനീഫ പൂണേരി, എന്താ പറയുക, ഷമ്മാസ്, നമ്മളെ മിസ്കിൻ്റെ മുന്നിലായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ഇലക്ട്രിക്കൽ രംഗത്ത് ഒരുപാട് കാലമായിട്ട് പ്രവർത്തിച്ച് വരികയാണ്. അപ്പം മിസ്കിൻ്റെ ഈ സ്പോർട്സ് ഡിസ്ട്രിക്ട് പോലെ തന്നെ മുന്നിൽ വലിയ സംഭവം വരുന്നുണ്ട്. വരുന്ന സമയത്ത് തന്നെ നമ്മളായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ EK ഗഫൂർ മിസ്കിൻ്റെ ഈ വിവിധ ഗ്രൂപ്പുകളിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഒരു 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അത്രയും സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് ഊർജം പകരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സ്പോർട്സ് ഡിസ്ട്രിക്റ്റുമായി ബന്ധപ്പെട്ട് കാരണം ഇസ്ക് എന്ന് പറയുന്ന ഈ ഒരു 4 അക്ഷരത്തിന് കീഴിൽ 15 വർഷങ്ങളായിട്ട് ചെയ്യുന്ന സൽപ്രവൃത്തികളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിനകത്തും മലപ്പുറം ജില്ലക്കകത്തും പുറത്തും നമ്മൾ ചെയ്ത ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. തളരുന്നവരെ താങ്ങാവാൻ സാഹചര്യം ഒരുക്കുന്ന ആരെയും ദൈവം തമ്പുരാൻ കുഴപ്പമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് നമ്മൾ ഈ സമുച്ചയത്തെ കാണണം. നമ്മളിവിടെയൊക്കെ പറയുമ്പോൾ എൻ്റെ ഷട്ടിൽ കോർട്ടിലെ കുട്ടികളെ ഒരിക്കലും പരാമർശിക്കാതെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. അതങ്ങനെയാണ്. അവരാണ് ഈ 4 ലക്ഷത്തിന് കീഴിൽ നമുക്ക് ആദ്യം ഊർജം പകർന്ന വേരോട്ടം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. നമ്മളെ ബീറ്റ സലാംബായിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് വികാരപരമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഞാൻ മുമ്പും കടന്നുപോയതാണ്. കാരണം സലീം എന്നാൽ എന്നെ ഈ മിസ്കിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. അന്ന് മിസ്ക് എന്ന പേര് ഒന്നുമില്ല. നാസി ഇവിടെ എവിടെയുണ്ട്, നാസിയുടെ ഇവിടെ ഉണ്ട്, നാസിൻ്റെ ഫാമിലി ഉണ്ട്. നാസിയാണ് ഈ മിസ്ക് എന്ന 4 അക്ഷരം കണ്ടെത്തിയ സജ്ജനിലൂടെ. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ വളരെ ആത്മാർത്ഥമായിട്ടും വളരെ മനോഹരമായിട്ടും വളരെ ഊർജ്ജസ്വലതയും കൂടി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിന്ന് ഇവിടെ ഇങ്ങനെ അഭിമാനത്തോടുകൂടി ഇന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ എവിടെ പോയാലും മിസ്ക് എന്ന് പറഞ്ഞാൽ അറിയപ്പെടും. കാര്യം എന്ന് വെച്ചപ്പോൾ മിസ്ഫർ ഈ സ്ഥലം നോക്കിയ സമയത്ത് മിസ്ഫർ പറഞ്ഞ ശരിക്കും അവിടെ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും. അപ്പം ഞാനത് പറയുന്നു. ഈ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ അത് ഏറ്റുപിടിക്കുന്നു. ഇവിടെ ഇത്തരത്തിലൊരു സാഹചര്യം, ഒരു സാന്ത്വനം, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുന്നു. മിസ്ഫറിന് കേരളത്തിലുള്ള ഒരുപാട് കളിക്കാരറിയാം. മിസ്കിനെ കുറിച്ച് നമ്മൾ എഴുതി ഇതിൽ പോയിട്ട് നമുക്ക് എന്തൊരു പ്രയാസമില്ല. മിസ്കിൻ്റെ മെമ്പറാണ്, മിസ്കിൻ്റെ പ്രതിനിധിയാണെന്ന് പറയുമ്പോൾ എനിക്ക് അനുഭവങ്ങളുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ സലാംബയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഒരു 6-8 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒന്നിച്ച് വീറും വാശിയും പറഞ്ഞ് ഷട്ടിലടിച്ച് പിരിഞ്ഞു പോയ സലാംബായി രാത്രി 12 മണിക്ക് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയ അവസ്ഥയിൽ അൽമാസ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് സലാംബായി നമുക്ക് തന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം രാവിലെയും വൈകുന്നേരം കളിക്കുമ്പോഴും ട്രക്കിംഗ് ചെയ്യുമ്പോഴും നമ്മൾ അഹങ്കാരത്തോടെ അധികാരത്തോടെ വെല്ലുവിളികളൊക്കെ നടത്തുമ്പോൾ സലാംബായി നമ്മളെ മുന്നിൽ വല്ലാത്തൊരു നൊമ്പരമായിട്ട് മനസ്സിലാക്കണം.
എനിക്ക് പറയുമ്പോൾ സലാം ഭായിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടില്ല. കാരണം ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ച് പറയും ഇവിടെ വരണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കുറച്ചേറ്റവും എന്നോട് മനസ്സിലാക്കാൻ ഞാനങ്ങനെ വരണില്ല, എനിക്ക് സങ്കടം താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തെ നമ്മളെങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂർ ചെലവഴിക്കുമ്പോൾ കണ്ണടക്കുന്നു, തുറക്കുന്നു, ചൊറിയുന്നു, മാന്തുന്നു, ചിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ഒരു വാക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ പഠിച്ച തമ്പുരാൻ, ദൈവം തമ്പുരാൻ സലാം ഭായിക്ക് ഒരു പരീക്ഷണം കൊടുക്കുമ്പോൾ അത് നമുക്കിപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന പിന്നിലിരിക്കുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്തണം. കാരണം എന്ത് നമ്മുടെ കയ്യിലുണ്ടായിട്ട് ഒരു കാര്യമില്ലാത്തൊരു സാഹചര്യമാണ്. ഏതായാലും ഞാൻ എൻ്റെ സങ്കടമാണ് ഇത് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെ. ഏതായാലും ഞാൻ കൂടുതലും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കാരണം ഞാൻ പോലും അങ്ങനെ സംസാരിക്കുന്നതാണ്. ഇവിടെ എന്തൊരു പരിപാടി നടക്കുകയാണെങ്കിലും സലാം ഭായിനെ കുറിച്ച് പറയാതെ ആർക്കും തോന്നണില്ല. അത്രത്തോളം ഈ സംരംഭത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വീടും ഊണും ഉറക്കവും ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ച ഒരാളായിരുന്നു. ആദ്യം മാമ്പറയിൽ മിസ്ഫറും അവരും ഷാജി എല്ലാം കൂടെ കോൺക്രീറ്റിലുള്ള പൈസ കണ്ടെത്തിയത് വീടിന്റെ പണിക്കൊണ്ട് ലോൺ എടുത്ത പൈസയില്ല. അത്രത്തോളം ഇതിനൊരു ആവേശമുള്ള ആളായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് പെട്ടെന്ന് സുഖപ്പെട്ട് നമ്മളെ കൂടുതൽ ചേരാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട്, അതോടൊപ്പം ഇവിടെ സ്പോർട്സിലായിട്ട് വന്ന നമ്മൾ ഈ പരിപാടിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സഹായകരമായ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പറയുമ്പോൾ അവരെല്ലാവരും നമ്മൾ വിളിച്ചു പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ഗിഫ്റ്റായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിലേക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ മിസ്ക് എന്ന് പറഞ്ഞാൽ 4 ക്ഷേത്രത്തിനുള്ളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഹോട്ടൽ കൽപ്പക ഉണ്ട്. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഒരുപാട് തിരക്കുകളായിട്ട് നടക്കുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷെ മിസ്കിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ പ്രത്യേക ഒരു വല്ലാത്തൊരു വികാരമല്ലേ ജബ്ബാർ ഭായി. തീർച്ചയായും ജബ്ബാർ ഭായിക്ക് നല്ലൊരു കയ്യിൽ എല്ലാവരും കൊടുക്കണം. കാരണം എന്ത് കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ ഈ ഒരു ഫാമിലി മീറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് അതിന്റെ ഊർജ്ജത്തോടുള്ള ഒരു സപ്പോർട്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹത്തിന് ഇതിന്റെ ആവശ്യം തന്നെ. ഇവിടെ കളിക്കാൻ പറ്റുന്ന വല്ലപ്പോഴും വരും. ഗ്രൂപ്പിൽ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് പറയുമ്പോൾ വല്ലപ്പോഴും 3-4 തവണ ഞാൻ ചെങ്ങനൊക്കെ ഒഴിവാക്കണം, എന്തിനാണ് ആൾ വെക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാലും സലീംക്ക് എന്തിനാണ് പറയുന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഏതായാലും ജബ്ബാർ ഭായി, അതുപോലെ തന്നെ പാർക്ക് റെസ്റ്റോറൻറ്റ് പുത്തൻപണി ലത്തീഫിനോട് വിളിച്ചാൽ ലത്തീഫ് അങ്ങനെ ഫാമിലി മീറ്റുണ്ട്. ആ സലീംക്ക് എന്താണ് വേണ്ടത്, എന്താ കൊടുക്കേണ്ടത് നിങ്ങൾ പറയുന്നത്? അതെന്താ നമുക്കൊരു ഇതൊക്കെ ഇനിയും ഉത്തരവാദിത്തങ്ങളിൽ ഞങ്ങളെ മിസ്കിൻ്റെ ഈ നടത്തിപ്പുകാർക്ക് തലയിൽ വെച്ചിരുന്ന ഒരുപാട് വലിയ ഉത്തരവാദിത്തങ്ങൾ. അതുപോലെ സമ്മാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. സമ്മാസിനോട് വരുന്നുണ്ട്, എല്ലാ നിലക്കുള്ള സപ്പോർട്ടുണ്ട്. അവർ മിസ്കിന് വേണ്ടി കുറച്ച് കാര്യങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സിറ്റി ട്രേഡേഴ്സ് ഐബു, നമ്മളെ ഷാഫി അക്കൽ മിസ്കുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങേയറ്റം പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ 10-16 വർഷത്തോളമായി ചെറുതായി നമുക്ക് ആരോഗ്യമുണ്ടാവും,